കലയുടെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയാണ്. കലയെ കൊച്ചിലെ തൊട്ട് ഞങ്ങളാ വളർത്തിയ അവരെയല്ല. അവരെ 3 പേരെ ഞാനാ എൻ്റെ അമ്മയാണ് വളർത്തിയത്. കല പഠിക്കാൻ മിടുക്കിയായിരുന്നു. എല്ലാവരോടും സഹകരിക്കുകയും അപ്പം ഒരു പുതിയതായിട്ടൊരാൾ വന്നാൽ അവരോട് വർത്തമാനം പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്യും. ഒരു വാനമ്പാടിയാന്ന് പറയാം. എല്ലാവരും ആരോടും ഒരു പിണക്കമില്ല ആളിന്. ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടവുമായിരുന്നു അവളെ. എല്ലാവർക്കും അവളെ ദേഹത്തൊരു ശകലം അഴുക്ക് പറ്റിക്കുന്ന കൊച്ചല്ല. എപ്പോഴും ഒരുങ്ങിയേ നടക്കത്തുള്ളൂ. അവളെയാ കൊണ്ടുവന്നവർ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ അത് ഞങ്ങളെപ്പോഴും പറയും. പക്ഷേ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. ഇവർ ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. പക്ഷേ എനിക്കറിയാം അവൾ ജീവിച്ചിരിപ്പില്ലെന്ന്. ഇല്ലെന്ന് പറയാൻ കാര്യം അവിടെ അച്ഛൻ സുഖമില്ലാതെ മരിച്ചിട്ട് അവൾ വന്നില്ല. അതിന് അവൾ എവിടെ ചങ്ങലയിട്ട് പൂട്ടിയാലും അവൾ വരും. അവിടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞാൽ. പിന്നെ 17 വയസ്സ് 1.5 വയസ്സിൽ അവിടെ മോനെ ഇട്ടേച്ച് പോയതാണ്. അവിടെ മോനെയെങ്കിലും അവളൊന്ന് കാണാൻ വരത്തില്ലേ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അപ്പം എൻ്റെ ധാരണ മുഴുവൻ അവൾ മരിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇവൻ എൻ്റെ അടുത്ത് ഈ ചെറുക്കൻ വന്നു കഴിഞ്ഞപ്പം ഇവൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഇവൻ പറഞ്ഞു കുഞ്ഞമ്മ അവൾ എന്നെ ഇട്ടേച്ച് പോയെന്ന്. അപ്പം ഞാൻ ചോദിച്ചോടാ കുഞ്ഞെന്ത് ചെയ്യും? അത് കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്, വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അവളെന്ത് ചെയ്യും? അവനന്നേരം ആരോ അവന് അഫെയർ അവൾക്കുണ്ടെന്നും പറഞ്ഞാണ് അവൾ അവിടെ നിന്ന് പോയെന്ന് പറയുന്നത്. അവൻ വന്നപ്പോൾ അവൾ പോയി, അവൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ അഫെയർ ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാർ അവനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദൂരെയൊന്നും അല്ലല്ലോ ഞങ്ങൾ താമസിക്കുന്നത്, അടുത്തല്ലേ താമസിക്കുന്നത്, ഓടിച്ചെല്ലത്തില്ലേ? അല്ലേ ഇന്ന പോലൊരു കാര്യം ഉണ്ടായി, ഞങ്ങൾ ആ ചെറുക്കനെ പിടിച്ചവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ മോള് കാണിച്ച് തോന്നിയവാസമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കാണത്തില്ല. അപ്പം ഞങ്ങൾക്കും അതൊരു ബോധ്യമാകത്തില്ലേ? അതും അവർ ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞ് അവൾ പോയി, ആരോ ഇങ്ങനെ എന്തോ അവൾ. പക്ഷെ ഞങ്ങൾക്കിതൊന്നും അറിയാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ തന്തയാണ് അവിടെ അമ്മായച്ചനാണ് വന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ നാത്തൂനും ആങ്ങളെയും കൂടെ അവിടെ ചെന്നപ്പോൾ അവൾ പല്ല് തേക്കുന്നു. അവൾ ചോദിച്ചു നിങ്ങളെന്തിനാണ് വന്നതെന്ന്. അപ്പോൾ അവിടെ ഒരു വലിയപ്പൻ ഇരിപ്പുണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ. അയാൾ ഇവരെ അടിക്കാനായിട്ട് ചൂലുവായിട്ട് ചെന്ന് ഒത്തിരി അസഭ്യം അവരെ പറഞ്ഞു. അത് നമുക്കറിയാൻ വയ്യ. ഇവരിങ്ങനെ ചെന്നു എന്ന് പറയുന്നു, അവളിങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചെന്നും പറയുന്നു. ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ വിചാരിക്കുന്ന അവൾ ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ളതാണ്. പരാതി പറഞ്ഞുകൊണ്ടിരുന്നില്ല. പിന്നെ ഇവരെ നമ്മളുമായിട്ട് സഹകരണം വലുതായിട്ടൊന്നുമില്ല. വരുകയും പോവുകയൊന്നും ചെയ്യുന്നില്ല. കുഞ്ഞിനെ ഞങ്ങളെ കാണിക്കുന്നില്ല, കുഞ്ഞെ ഞങ്ങളുടെ അടുത്ത് വിടുന്നില്ല. കുഞ്ഞ് ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല. ഈ വീട്ടുകാരുമായിട്ട് ഞങ്ങളൊരു സഹകരണവും ഇല്ല. ഞാനല്ല, അന്ന് എൻ്റെ ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്. കല പോകുമ്പം അച്ഛനും അമ്മയുണ്ട്. പ്രസവം എല്ലാം എടുത്ത് അവളൊരു രോഗിയായിരുന്നു, ആസ്മ രോഗിയായിരുന്നു, കലയുടെ അമ്മ. എന്നാലും അവർ വേണ്ടുന്ന രീതിയിലെല്ലാം അവളെ നോക്കുകയും കുഞ്ഞിനെ നോക്കുകയും എല്ലാം ചെയ്ത് അത് കഴിഞ്ഞാണ് അവൻ വന്നതും ഇവളങ്ങ് പോയതും. വാടകയ്ക്ക് 2 അടുത്ത് താമസിച്ച്. അവരവിടെ താമസിപ്പിക്കാതെ വന്നപ്പോൾ ഇവർ 2 അടുത്ത് താമസിച്ച്. ഒന്ന് ഞങ്ങളുടെ ഈ അവിടെ എല്ലാ ഭാഗത്താണ്, പിന്നെ ഒന്ന് ഇവിടെ അടി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ചെല്ലണം, ഒരു പള്ളിയുടെ ഭാഗത്ത്, അവിടെ അങ്ങാണ്ടാ താമസിച്ചത്. ഇതൊന്നും എനിക്കറിയാൻ വയ്യ. ഞാനതൊന്നും അങ്ങനെ ദൂരെ നിന്ന് അതിന് അതന്നെയല്ല. അവിടെ അച്ഛനുണ്ട്, അവിടെ അമ്മയുണ്ട്, അവിടെ ആങ്ങളെയുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് അങ്ങനെ വരും. അങ്ങനെ എപ്പോഴും വരത്തില്ല. വരുമ്പം എല്ലായിടത്തും കയറി ഇറങ്ങി എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊടുത്തുമൊക്കെയാണ് ഇദ്ദേഹം പോകുന്നത്. അവൾക്ക് സന്തോഷം. അവളും ഞങ്ങളുടെ അടുത്ത് ദുഃഖം ഉണ്ടെങ്കിലും കാണിക്കത്തില്ല. കാര്യം അവരുടെ ഇഷ്ടത്തിന് പോയതല്ലേ. പിന്നെ അവൾ എല്ലാവരോടും സഹകരിക്കുകയും ചിരിക്കുകയും എല്ലാം. ഞങ്ങളൊരു വീട്ടുകാരായി കിടക്കുന്നത്, അപ്പുറം ഇപ്പുറം എല്ലാം. ചേട്ടനനിയൻ മക്കളാണ്. അവളെല്ലായിടവും കയറുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും എല്ലാവരോടും ഇടപെടുകയും ഓരോരുത്തരത്ത് കഴിക്കാനുള്ളതാണെ അവൾ കൈയിട്ട് വരെ വാരത്തിനേച്ച് പോവുക. അങ്ങനെ അവൾക്ക് അങ്ങനെ ഒരു പിണക്കവും ഇല്ല. ഞങ്ങൾക്ക് തള്ളമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമുണ്ടെങ്കിലും ഈ കൊച്ചിന് അങ്ങനെ ഒരു പിണക്കവേ ഇല്ല. എല്ലാവരും അവൾക്ക് ഒരുപോലെ, എല്ലാം അവൾക്ക് ഒരുപോലെ. അങ്ങനെ ഇരിക്കുക ഇവനെ വന്നേച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇവളെ കാണാതാകുന്നത് അവരുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്. അവരുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്.
അപ്പൊ ആ ടോയ്ലറ്റുമായിട്ട് ഇവര് പറയുന്ന മറ്റേ ഈ വാടക വീട്ടിലെ പിറ്റൊന്നും ആയിരിക്കത്തില്ലല്ലോ. ഇല്ല ഇല്ല. ഇവര് പിന്നെ ഇവരെല്ലാം ചേട്ടനിയ മക്കളാണ്. അവരെല്ലാം ഇന്ന് ഞങ്ങളുടെ ഒരു പിള്ളേരായി ഇങ്ങനൊരു ഇത് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഈ വീടുകളൊന്നും കാണത്തില്ല. ഇവന്മാർ തല്ലി തരിപ്പണമാക്കിയാനും. അതുപോലെ അവർ ആൾശേഷിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. ഇപ്പം ഉണ്ടായിസാണ്. ചെറിയ ഉണ്ടായിസും ഈ പ്രമോദിൻ്റെ ഭാര്യയിൽ നിന്ന് ഇത് കിട്ടിയെന്നായിരിക്കും ഞങ്ങൾ ഓർക്കുന്നത്. അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് കലയായിട്ട് സ്നേഹിച്ചു കൊണ്ട് ചെല്ലുമ്പോൾ ഇവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഈ പെണ്ണിനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ ഞങ്ങൾക്കൊരു സൂചന കിട്ടി. അതും ഇപ്പോഴാണ് കിട്ടിയത്. ഇപ്പം അവിടെ വീട്ടിൽ ബോംബോ ഏതാണ്ടൊക്കെ കൊണ്ട് ഇവിടെ കൊല്ലാനായിട്ട് ചെന്നെന്നൊക്കെ പറയുന്നു. അപ്പോൾ 2 മാസം കൊണ്ട് ആദ്യം ഒരു ഊമക്കത്ത് അയച്ചെന്ന് ഇങ്ങനെ പറയുന്നു. അന്ന് തൊട്ടേ പോലീസ് ഇവരെ ബാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും നമ്മളറിയുന്നില്ല ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നും. അങ്ങനൊരു ദിവസം ഇരിക്കുക പോലീസ് ഒരു വണ്ടി ഇതുപോലെ സമയത്താണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇതുപോലെ വരുമ്പം വണ്ടി അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി ഒരു വനിതാ പോലീസും 3-4 പോലീസുകാർ സിവിൽ വേഷത്തിൽ വന്ന് എന്നോട് ചോദിച്ചു. ആദ്യം സന്തോഷിൻ്റെ വീടാണ് ചോദിച്ചത്. ഓട്ടോക്കാരൻ സന്തോഷം. ഞാൻ പറഞ്ഞു ഓട്ടോക്കാരൻ സന്തോഷമല്ല, ഓട്ടോക്കാരൻ അനിലുണ്ട്. അനിലിൻ്റെ വീട് ഏതാ? അതുകൊണ്ട് അതാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ചെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് ചെന്നപ്പം പറഞ്ഞു, അമ്മ ഇന്ന പോലെ ഞങ്ങൾ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ. ഞാൻ പറഞ്ഞു ഞങ്ങളതിന് പരാതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഈ കാണാതെ പോയവരെയൊക്കെ ഒന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞു. അല്ല ആരും ഊമക്കത്തയച്ച കാര്യങ്ങളൊന്നും ഇവർ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയാമേ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. കല എങ്ങനെയായിരുന്നു, ആരുടെ കൂടെ പോയത്, എങ്ങനെയാണ് പോയതെന്നൊക്കെ എന്നോട് ഇവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു കല ഒരുത്തരുമായിട്ട് സ്നേഹിച്ചു പോയി, അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവൻ വിളിച്ചുകൊണ്ട് പോയി, ഇത് മാത്രം ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു വർഷമായപ്പോഴത്തേക്കിന് അവൾ ഗർഭിണിയായി. അത് കഴിഞ്ഞ് അവനെ ഗൾഫിന് പോയി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞറിയുക. ഗൾഫിന് പോയെന്നും ഇവരുടെ അച്ഛൻ നെടുമുടിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അവിടെ കുറേ വസ്തു ഉണ്ടായിരുന്നു. അത് വിറ്റ് അവൾക്ക് സ്വർണം മേടിച്ചെന്നു ഒക്കെ ഇങ്ങനൊരു പറച്ചിലുണ്ടായിരുന്നു. സ്വർണം മേടിച്ച് അവിടെ ദേഹത്ത് കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇത് ഇപ്പോഴല്ല വലിയ വീടുകളായി, മറ്റേ ചെറിയ വീടുകളായിരുന്നു. അപ്പോൾ ഇതിലേക്ക് പോകാൻ വരുകയും കുഞ്ഞമ്മയെന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ മക്കളുമായിട്ട്, എൻ്റെ മക്കളൊന്ന് കുഞ്ഞുങ്ങളാണ്. അവർ 4 പേര്, 3 പെൺപിള്ളേരും മോനും. അപ്പോൾ പെൺപിള്ളേരുമായിട്ട് ഇവർക്കൊക്കെ ഇഷ്ടമാണ് കലച്ചേച്ചിയെന്നും പറഞ്ഞ് ആ മോനെയെന്നും പറഞ്ഞ് ഓടി വരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഈ സ്വർണ്ണമൊക്കെ അവിടെ ദേഹത്ത് കിടക്കുന്നത്. അന്നേരം ചോദിച്ചപ്പോഴാണ് പറഞ്ഞ അച്ഛൻ സ്ഥലം വിട്ട്, നെടുമുടിയിലെ സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മേടിച്ച് തന്ന സ്വർണ്ണമാണെന്ന് പറഞ്ഞു. 10-12 പവനുണ്ടെന്ന് തോന്നുന്നു. അന്നൊക്കെ സ്വർണത്തിന് വില കുറവല്ലേ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് പൈസ കൊടുത്തായിരുന്നു അല്ലേ അന്ന് കല്യാണത്തിന്? ആര്? അനിലിന് പൈസ കൊടുത്തായിരുന്നല്ലേ? കൊടുത്തായിരുന്നോ? 50,000 രൂപ കൊടുത്തോ? ഇതൊന്നും എനിക്കറിയാൻ വയ്യ. ഇത് ഇദ്ദേഹത്തിന് ആരുമായിട്ടാണ് ഈ അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇവരാരോപിച്ചത് കുട്ടമ്പേരില്ലയോ? അങ്ങനെ പറയുന്നുള്ളൂ. അവരെ ആളിനെ പിടിച്ചെന്നും പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും. അപ്പം നമുക്ക് ഈ ബുദ്ധിയൊന്നും പോകുന്നില്ല. ഇവർ നമ്മളോട് വന്ന് പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ? അനിലല്ല, ഇവരുടെ അച്ഛൻ വന്ന് ഇവരോട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വാ, അവൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണെന്ന്. പക്ഷേ ഇവർ ചെല്ലുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല, ബഹളവും ഇല്ല. അവൾ നിന്ന് പല്ല് തേക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത്. അന്നേരം വാ ഈ അമ്മായിമ്മ ചീത്ത പറയുന്നതും ഈ കളവൻ ചീത്ത പറയുന്നതും ഇതെല്ലാം കേട്ട് നിങ്ങൾ. അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നത്, ഇവിടെങ്ങും ഒരു സംഭവങ്ങളും നടന്നിട്ടില്ലല്ലോ, പിന്നെ എന്തോനാ വന്നെന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, അവരെ തള്ളുമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങ് പോകാം. ഇങ്ങോട്ട് നമ്മളിപ്പോൾ കുറ്റക്കാരായോ വന്നത്, അത് ഇവിടുത്തെ അനിലിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നതെന്നും പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾക്ക് കൂടുതലും ദേഷ്യം വന്നത്. എടാ ഇവൾ ഒരു തെറ്റ് കാണിച്ചു പിന്നെ ഇങ്ങനെ ഒരു തെറ്റ് കാണിച്ചോ എന്നുള്ള ദേഷ്യം അങ്ങനെയുള്ള ദേഷ്യം വന്നപ്പോഴാണ് ഇവിടെ അച്ഛൻ പറഞ്ഞത് നമുക്കിനി അന്വേഷിക്കേണ്ട, അവൾ എങ്ങനെയെങ്കിലും ആട്ടെന്ന്. അവൾ നമ്മൾ പറഞ്ഞു വിട്ടതല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട് പോയതാണ്. പിന്നെ നമ്മളെന്തോ പറയാനാന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്നും അന്വേഷിക്കുകയും വേണ്ട, തിരക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയത്തുമില്ല. ഇതിനെപ്പറ്റി ഒന്നും വർണ്ണിക്കാൻ എൻ്റെ പിള്ളേരിട്ട് വിടത്തുമില്ല.
അന്ന് അവരൊക്കെ കുഞ്ഞുങ്ങളാണ്, അവരൊന്നും അങ്ങനെ വിടത്തുമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഈ പ്രിയനത് അന്വേഷിച്ചത്. ഈ പ്രശ്നത്തിന് അതിലോട്ടങ്ങ് പോയി, ഇവൾ അങ്ങനെ അങ്ങ് പോയതായിരിക്കും എന്നുള്ള ചിന്ത. അവരെ കാണുമ്പോൾ നിങ്ങൾ തലകുനിച്ച് നടക്കാൻ തുടങ്ങി? അവരെ കാണുമ്പോഴൊന്നും തലകുനിച്ച് നടക്കാൻ എന്ന് പറഞ്ഞാൽ ഇവർ ഞങ്ങളുമായിട്ട് പിന്നെ ഒരു സഹകരണവും ഇല്ല. കൊച്ചന് നേരത്തെ ഇല്ല. കൊച്ചൻ ഇവിടെ വന്നു കഴിഞ്ഞാലേ കൊച്ചനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ പോകും. പിന്നെ ഇവനൊരു 5-10 വയസ്സുള്ളപ്പോഴും ഇവൻ പറയുന്നത് എനിക്ക് ഞങ്ങളുടെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഈ കിഴക്കേല തള്ള പറഞ്ഞാൽ അതിൻ്റെ അമ്മ വീടായത്. ആന്നോ? അപ്പോൾ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇവിടെ കാണുമല്ലോ. അവന് 1.5 വയസ്സുള്ളപ്പോൾ പോയിട്ട് അവന് ഓർമ്മ വരുന്നില്ല. അവൻ ഇവിടെ വന്ന് കയറി, ഇവിടെ അടുത്താണ്. ഇവള് ചോദിച്ചു എന്താ കണ്ണ മോനെ വന്നേ? എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ടോ, എൻ്റെ അമ്മയൊന്ന് കാണിക്കാമോ നീ കൊച്ചൻ ചോദിക്കുന്നു. അപ്പോൾ ഇവരുടെ കല്യാണ ഫോട്ടോയ്ക്കകത്ത് അവളുണ്ട്. ആ ഫോട്ടോയായി ഇപ്പോൾ ഈ കാണിക്കുന്നതല്ല. ഈ കല്യാണ ഫോട്ടോ കാണിച്ച് തള്ളയെ ഒത്തിരി നേരെ ഇവൻ നോക്കിയിരുന്ന് ഇവനങ്ങ് പോയി. ആ കുഞ്ഞിന് വിഷമമുണ്ട് അവൻ്റെ തള്ളെ. അപ്പം ഞങ്ങൾ പറയുന്നതാ ഇവിടെ അതെ 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 അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം കേസ് കൊടുക്കാതിരുന്നതല്ല. അവർ ഇപ്പോഴും ഇവരൊക്കെ ജീവിച്ചിരിക്കും. ഞങ്ങളുടെ എൻ്റെ ഒരു ചേട്ടത്തിയുടെ മോളാ ഇവരെയും കൊണ്ട് ചെന്നപ്പം എടാ നീ എന്തിനാടാ എൻ്റെ അനിയത്തി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അവൾ കരയുന്നത്. അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു അവളെ. അവരെല്ലാം അവൾ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള ധാരണയാണ് അവർക്ക്. അങ്ങനെ എല്ലാവർക്കും അതെ അതെ ജീവനോട് അവർക്ക് വേണ്ടിരുന്നെങ്കിൽ അവരിവിടെ കൊണ്ട് വിട്ടാൽ പോരായിരുന്നു. എന്തിനാ അവർ ഇങ്ങനൊക്കെ ചെയ്യാൻ പോയേ? അന്ന് ഞങ്ങളുടെ ഇവിടെ ഏതാണ്ട് ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ. അപ്പം കൊന്ന അവളെ ഇവിടെ കൊണ്ടുവന്നെന്നൊക്കെയാ ഇങ്ങനെ കേൾവി. അവർ കൊണ്ടുവന്നെന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് പ്രതികൾ. ഒരു ദിവസം കാരണത്തിട്ടിരുന്നെന്നും പിന്നെ അവർ നമുക്കതൊന്നും അറിയാൻ വയ്യ. അവർ തന്നെയായി കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം SP എന്നോട് പറഞ്ഞ്, അഡീഷണൽ SP തെരീസ അല്ല വേറെ പുള്ളിക്കാരൻ പറയുന്നത് സംഭവങ്ങളൊക്കെ ശരിയാ. സൂരജ് എന്ന് പറഞ്ഞവൻ്റെ കൂടെ പോയെന്നുള്ളത് ശരിയാ. പക്ഷേ അവൾ പോയത് എറണാകുളത്തൊരു കടയിലായിരുന്നെന്ന്. അത് കടയിലായിരുന്നു. കടയിൽ നിന്നാണ് ഇവൻ ചെന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരുന്നെന്നാണ് പറയുന്നത്. ആ വിളിച്ചുകൊണ്ട് വന്ന അന്ന് അവളെ കൊല്ലുമായിരുന്നെന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇത് നമുക്കറിയാൻ വയ്യ. അന്ന് അവൾ ജീവിച്ചിരിപ്പ്, അന്ന് അവളെ ഇവർ കൊന്നെന്നോ അതോ എവിടെ വെച്ചാൽ കൊന്നെന്നോ ഏത് കടയിൽ നിന്നാണ് വിളിച്ചുകൊണ്ടെന്നോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഒരു കാര്യങ്ങൾ ആരും പറയുന്നുമില്ല. ഇവന്മാരെല്ലാം മാന്യന്മാരായിട്ട് നമ്മളെ എവിടെ വെച്ച് ചേച്ചി അല്ലേ അക്കേ എവിടെ പോവാ? അന്നേരം പെണ്ണുങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് പറഞ്ഞേ കലയുടെ വിവരം വല്ലതും അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞു കലയുടെ വിവരം നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങളറിയുന്നത്? നിങ്ങളുടെ ചേർക്കാൻ കൊണ്ടുപോയി ഞങ്ങൾ പിന്നെ എങ്ങനെ അറിയുന്നത് അവളുണ്ടോ ഇല്ലയോ എന്ന്? പിന്നെ ഇതേവരെ ഞങ്ങൾ 10-15 വർഷമായി അവളെ കണ്ടിട്ട്. ഞങ്ങൾ പിന്നെ അന്വേഷിച്ചിട്ടുമില്ല. ഇപ്പോഴും എവിടെയെങ്കിലും ജീവനോട് ഇരിപ്പുണ്ടെന്നായിരിക്കും ഞങ്ങളുടെ ധാരണ. അപ്പോൾ ഇവരൊക്കെ ചിരിക്കുന്നുണ്ട്. ഇവർക്കറിയാം, ഇവരുടെ വീട്ടുകാർക്കറിയാം മുറ്റത്തെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കുമ്പോൾ ആരും അറിയുന്നില്ലയോ? ആരെങ്കിലും അറിയത്തില്ലേ? അറിയാമല്ലോ. ഉണ്ടോ? എല്ലാവരും ഉണ്ട്. അവരുടെ വീട്ടിലെല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പം കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാത്ത. രണ്ടാമത് അവൻ കല്യാണം കഴിച്ചല്ലോ. ആ പെണ്ണിന് മാത്രമേ ഉള്ളായിരിക്കും അറിയാൻ വയ്യാത്ത. ഇവൻ പറയത്തുമില്ലല്ലോ. ഇവളെ അവൻ കെട്ടിക്കൊണ്ട് ചെന്നപ്പം പറയുമോ എൻ്റെ ആദ്യ ഭാര്യയെ ഞാൻ കൊന്ന് കൂശുമുറിയെന്നവൻ പറയുമോ? ഇല്ലല്ലോ. ഇപ്പോഴൊക്കെയാ ഞങ്ങളും അറിയുന്നത് ഈ കാര്യങ്ങൾ. അതെന്താണെന്ന മനുഷ്യർ ഇവർ ഇവിടെ ഭർത്താവ് വണ്ടി എടുത്ത സമയത്താ അവർ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു. കലയെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കൊന്നില്ല. അവൾ ഞങ്ങളെ ഇവിടെ വെച്ച് കണ്ടാലും അണ്ണാന്ന് വിളിച്ച് ഓടി വരുന്ന കുഞ്ഞാ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കലയാണല്ലോ ഇവന്മാരെനിക്ക് കൊട്ടേഷൻ തരുന്നതെന്ന്. അങ്ങനെ ഇവരോട് പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ അവന് ഓർമ്മയില്ല. അനിലിന് ഇവിടെ ഭർത്താവിന് ഓർമ്മയില്ല, ഇവക്ക് ഓർമ്മയുണ്ട്. അവരതത്ര കാര്യമാക്കിയതുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾ കൊന്നില്ല, വേറെ ആരെങ്കിലും കൊല്ലുമെന്ന് അവർ കൊട്ടേഷൻ കൊടുക്കുമെന്ന് അവർ തീർത്തു വന്ന് പറഞ്ഞതാന്നൊക്കെ പറയുന്നു. അത് നമ്മൾ വിശ്വസിക്കുന്ന അതവർ വെറുതെ പറയുവാണോ നേര് പറയുവാണെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പിന്നെ പിള്ളേരെ ആരും നമ്മളിട്ട് കണ്ടിട്ടുമില്ല. അവർ ആ സമയത്ത് തന്നെ അവളെ കൊന്നെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം. അത് ഇവരല്ല, ഈ നാട്ടുകാരാ പറയുന്നത്. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുത്തിന് ഒരു അസുഖമായിട്ട്
വണ്ടാനം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവരുടെ ഭർത്താവും അവൻ്റെ ഭർത്താവിന് അസുഖം വന്നാൽ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ഇവളിങ്ങോട്ട് അവിടെ നിന്ന് ഏതാണ്ട് മേടിക്കാൻ ഇറങ്ങി വരുമ്പം കലയുടെ കൂട്ട് തന്നൊരു പെണ്ണ് പോകുന്നു. ഇടി കലേ അവിടെ നിന്നിടി, ഇടി കലേ എന്തായിട്ട് നിൽക്കാത്തതെന്നും ചോദിച്ച് ഇവർ പുറകിന് ഓടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെണ്ണ് തിരിഞ്ഞ് നിന്ന് ഇവളിങ്ങനെ ഇച്ചിരി നേരം നോക്കി നിന്നേച്ച് അവളങ്ങ് പോയി. അവൾക്കറിയാമെങ്കിൽ ഇവരോട് മിണ്ടത്തില്ലയോ, എത്ര ഇതാന്ന് പറഞ്ഞാലും മിണ്ടത്തില്ലയോ, മിണ്ടിയില്ലെന്നാണ് പറയുന്നത്. ആ പെണ്ണങ്ങ് വിട്ടേച്ചങ്ങ് പോയി. അങ്ങനെ അവർ കണ്ടെന്ന് പറഞ്ഞു. അവർ പറയൂ കല തന്നെ, ഞങ്ങൾ കല കണ്ടതാ, കല തന്നെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെങ്ങന്നൂരെങ്ങാണ്ട് വെച്ച് കണ്ടെന്ന് പറയുന്നു, മാവേലിക്കര വെച്ച് കണ്ടെന്ന് പറയുന്നു, കായംകുളത്ത് വെച്ച്. അപ്പം ഇങ്ങനെ അവൾ എവിടെയോ ഉണ്ട്. അപ്പം നമുക്കൊരു ധാരണയുണ്ട് കിഡ്നിക്കൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട്. ഇനി അങ്ങനെ വല്ലതും പോയതാണോ ഇനിയും അല്ല നമ്മൾ ഈ വരാതിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നതാ അല്ലാതെ അത് ഇനി അങ്ങനെ വല്ലതും പോയതാണോ, പിന്നെ എന്തോന്നുണ്ട് വൈവിശാലയം ഉണ്ടല്ലോ, ഇനി അവിടെങ്ങാണം പോയതാണോ, ഇതൊക്കെ നമ്മൾ പലതും ചിന്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇവൾ ഏത് ആലയത്തിലാണേലും ആര് കൊണ്ടുപോയാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നി വന്ന് മകനെ ഒന്ന് കാണും, അല്ലെ ഈ തന്തയെ കാണും. അപ്പോഴും ഞാൻ പറയുന്നത് അവൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, മറ്റുള്ളവരാരും പറയുന്നില്ല. ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നല്, ചേച്ചിയുടെ കൃത്യമുണ്ട്, ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നല് ഒരു 3-4 വർഷം കഴിഞ്ഞാണോ തോന്നിയത്? എന്തുകൊണ്ട് തോന്നി ഇങ്ങനെ? എനിക്ക് അവളെ കാണാതായപ്പോൾ മുതലേ തോന്നി. കാര്യം അവിടെ അച്ഛൻ മരിച്ചിട്ട് വന്നില്ലല്ലോ, അവിടെ മോൻ ഇങ്ങനെ ഓരോ ചവിട്ടടി ഓരോ വർഷവും വളർന്ന് വരുന്ന അതെങ്കിലും ഒന്ന് കാണാൻ അവൾ വരുമല്ലോ. അതാ ഞാൻ പറഞ്ഞു അവളെ എവിടെ എത്ര പൂട്ടിയാലും അവൾ തല്ലിപ്പറിച്ചെങ്കിലും വന്ന് കാണും. അത്രയും ഒരു കൊച്ചായിരുന്നത്. അങ്ങനെ അവൾക്ക് ആരെങ്കിലും കാണണമെന്ന് വെച്ചാൽ അവൾ അവിടെ പോയി കാണും. ഞങ്ങൾ പറയും എടി നമ്മൾ അവരുമായിട്ട് പിണക്കുക, നീ അവിടെ പോകില്ല. പിന്നെ ചത്തുപോയവരോട് എന്താ പിണങ്ങാനാ, ഞാൻ പോയി അവൾ പോകും. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കത്തില്ല. അത്രയും ഒരു ടൈപ്പായിരുന്നു അവൾ. അവൾക്ക് നല്ലതെന്ന് തോന്നുന്നു അവൾ ചെയ്യുക, അതേ ഉള്ളൂ. പിന്നെ മനഃപൂർവ്വം അവര് അവിടെ കണ്ടു ഇവിടെ കണ്ടു ചുമ്മാതെ അല്ല, കലയുടെ രൂപത്തിൽ ഓരോരുത്തരെയും കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് ഇവരുടെ വിചാരം കലയാണെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മളോട് പറയുമ്പോൾ കല ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനിയും ഉള്ളതായിരിക്കും എടി, എവിടെയെങ്കിലും വെച്ച് ഇവർ കണ്ടതായിരിക്കും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നാൾ നടന്നിട്ട് നമ്മളെപ്പോലെ ഒരാളെ നമ്മളിതുവരെ കണ്ടുകൂട്ടിയില്ല ചേച്ചി. അല്ല എന്നെ പോലെ ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടുകൂട്ടിയില്ല. ഇത് ഇങ്ങനെയൊക്കെയാ പറഞ്ഞെല്ലാം ഒപ്പിച്ചത്, അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് വലിയ ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ ഈ കാര്യം അങ്ങ് മറന്നും പോയി. ഈ കലയെന്നുള്ള ആ ചാപ്റ്റർ അങ്ങ് അടഞ്ഞു പോയി, മരിച്ച പോലെ ആയിപ്പോയി. അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. നിങ്ങളോടൊക്കെ ഇത്ര സ്നേഹമായിട്ട് പെരുമാറി ഇപ്പോഴും അല്ല ഞാൻ പറയാം, ഇപ്പം നമുക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഈ പത്രവാർത്തകൾ കണ്ടു, നിങ്ങളുടെ എല്ലാം വിഷമങ്ങൾ കണ്ടു, നിങ്ങൾ പൊട്ടിക്കരയുന്നത് കണ്ടു, നിങ്ങൾക്ക് അവൾ തെറ്റുകാരി അല്ലാന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവിടെ തിരിച്ച് തീർച്ചയായിട്ടും വരും. അല്ലെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാർ ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. അവിടെ മോൻ പറയുന്നുണ്ട് അവൻ്റെ അമ്മ മരിച്ചിട്ടില്ലെന്ന്. അവൻ്റെ അമ്മ മരിച്ചിട്ടില്ലെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞ്, അച്ഛൻ അങ്ങ് വന്നു കഴിയുമ്പോൾ അമ്മ നമുക്ക് പോയി കൊണ്ടുവരണമെന്ന് പറഞ്ഞെന്ന് ചൈത്ര തെരീസയോട് പറയുന്നുണ്ട്, SP യോട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ഈ ചാനലുകാരെ വിളിച്ചിട്ട് ഞങ്ങളത് തിരുത്തി മാപ്പ് പറയാം. നിങ്ങൾ പക്ഷെ കലയെ കൊണ്ടുവരണം, കല ജീവനോട് കൊണ്ടുവരണ്ടേ, കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞങ്ങൾ മാപ്പ് പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയും മോളും കൂടെ ഞങ്ങൾ പറഞ്ഞു. സ്കൂളൊക്കെ കഴിഞ്ഞായിരിക്കും, ഞാനതൊന്നും അങ്ങനെ എനിക്കത് ഓർമ്മ വരുന്നില്ല. ആ പോയ ഡേറ്റും ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇല്ലില്ല, ഇവള് സ്നേഹിച്ചങ്ങ് പോയി, ഇവൻ്റെ കൂടെ അവൾ സ്നേഹിച്ചങ്ങ് പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഞാൻ അറിയുന്നത് കല കണ്ണമ്പിള്ളാൻ എൻ്റെ കൂടെ സ്നേഹിച്ച് പോയെന്ന്. അപ്പോൾ അവരുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പൊട്ടിത്തിരിച്ചൊക്കെ പറ്റത്തില്ലെന്നൊക്കെ തള്ള പറഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ആയിരിക്കുക അവർ വാടകയ്ക്ക് പോയത്. അപ്പോൾ പിന്നെ സ്വർണ്ണമൊക്കെ പിന്നെ കല്യാണമായിട്ട് നടത്തിയില്ല. ഞങ്ങൾ ഇതിനകത്ത് അടുത്തില്ല, അവർ സ്വന്തമായിട്ട് അവരുടെ സമുദായത്തിൽ വെച്ച് കല്യാണം ബുക്ക് രജിസ്റ്റർ ചെയ്യുമായിരുന്നു അവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ വരുവൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ, അവൻ്റെ കൂടെ പോയെങ്കിലും ഇവിടെ വരുവൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അവർ താമസിപ്പിക്കുന്നില്ല, ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഇല്ല, ചെറിയ വീടല്ലേ. അപ്പോഴാണ് ഇവർ വാടകയ്ക്ക് പോയത്. ഈ മേശരിപ്പണി തന്നെ. ഇല്ല,
അവളെ കെട്ടിക്കഴിഞ്ഞ് അവൻ ഗൾഫിന് പോകുന്നത്. ഇവിടെ ഇവർ മേടിച്ച് കൊടുത്ത സ്വർണം വിറ്റേച്ചാകും പോയെന്നാ എൻ്റെ അറിവ്. എന്നാലും അവൾക്ക് മേടിച്ച് കൊടുത്തവൻ സ്വർണം. അവൻ നല്ല ശമ്പളമായിരുന്നൊക്കെ പറയുന്നത് കേട്ട്. അങ്ങനെ ഒരിക്കലേ ആ വീട്ടുകാർ വിളിച്ച് വരുത്തിയത് ഇവനെ. ഇടാക്കാലം എന്നെ പോലെ തെറ്റിലേക്ക് പോകുന്നെന്നും പറഞ്ഞു. ആ വരവിനാകുമ്പോൾ കൊല്ലുന്നതും അവൻ കൊന്നോന്ന് നമുക്കറിയാൻ വയ്യ, നമ്മൾ കണ്ടില്ല. അവൻ്റെ അനിയന്മാർ പറയുന്നത്, ചേട്ടന്മാർ പറയുന്നത് കൊന്ന് അവരെ കൊണ്ടുവന്ന് കാണിച്ചെന്നാണ് പറയുന്നത്. ഈ സുരേഷ് എന്ന് പറയുമ്പോൾ മാപസാക്ഷിയായിട്ട് വിട്ട കൊച്ചനെ ഞങ്ങളുടെ ഇവിടെ അങ്ങോട്ട് മാറുമ്പോൾ ഒരു വലിയ ആലുണ്ട്. ആ ആലിൻ്റെ ചുവട്ടിൽ കാറ് കൊണ്ടുവന്നിട്ടിട്ട് കാണിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞെന്നാ, കൊച്ചൻ അന്നേ പേടിത്തൊണ്ടനാ ഈ സുരേഷ് എന്ന് പറയുന്നവൻ. അവൻ പറഞ്ഞെന്ന്, അയ്യോ ഞാനിതിനൊന്നും കൂട്ടു നിൽക്കത്തില്ല. പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവനത് പോലീസിൽ പറയേണ്ടതായിരുന്നു അന്ന്. അതും ശരിയായിരിക്കാം. അങ്ങനെ പിന്നെ ഇവന്മാരെ ഓരോരുത്തരെയും നടന്ന് പിടിക്കുന്നത്. ഈ ജിനുവെ ഇവർ 2 മാസം കൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇവരുടെ ഓരോ വീക്ഷണങ്ങളും അവർ വീക്ഷിച്ചിട്ടാണ് ഇവർ തന്നെ അവരെ, ഞങ്ങളിതൊന്നും അറിയുന്നില്ല. മബ്തിലങ്ങാടൊക്കെ ഉണ്ടായിരുന്ന പറയാൻ. പക്ഷേ ഇവരെ പിടിച്ചോണ്ട് പോയതൊന്നും ഞങ്ങൾ അറിയുന്നില്ല, വൈകിട്ടാണ് അറിയുന്നത്. എൻ്റെ മോനെ മീൻ കച്ചവടം കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അമ്മേ വലിയൊരു സങ്കട വാർത്ത അറിഞ്ഞാച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ പാടാ? ഞാനിതുപോലെ ഇരിക്കുക. എന്താ പാടാ? എൻ്റെ അമ്മയെ അവർ കലയൊക്കെ കൊന്നെന്നാ അമ്മയെ പറയുന്നത്. അതിൽ കൊന്നു, സെപ്റ്റി ടാങ്കിലിട്ടെന്നും അവരെ 3-4 പേരെ പോലീസ് പിടിച്ചെന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഞാനറിയുന്നത്. അവരെല്ലാം ചേട്ടൻ അനിയ മക്കളാണ്, ആരും അന്യവരല്ല. ഇവരെല്ലാം മേശരിമാരുമാണ്, എല്ലാവരും മേശരിമാരാ. ഇപ്പം പറയുന്നില്ലേ സംശയം, അതിനകത്ത് ഈ സോമനെന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് അതിനകത്ത് മുഴുവനും കെമിക്കലാണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ദേഹം മൊത്തം ചൊറിച്ചിലായെന്ന് ചാനലിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ അമ്മ എനിക്കിതുകൊണ്ട് മീൻ കച്ചവടം പോലും ശരിയാകുന്നില്ല അമ്മ പറയുവാ. അമ്മ സാധനമൊന്നും വിറ്റ് പോകുന്നില്ല. എല്ലാവരും വന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞങ്ങ് നിൽക്കും, ആരും മീൻ കൊണ്ടുപോകുന്നില്ല. ഞാൻ ചോദിച്ചു, കണ്ണമ്പള്ളിക്കാരാന്നോടാ നിൻ്റെ മീനെല്ലാം തീർത്തോണ്ടിരുന്നത്? അമ്മയ്ക്ക് എന്താ, എല്ലാവരും വരും, ഞങ്ങളുടെ ചെറുക്കനാണല്ലോ എന്നും പറഞ്ഞു വന്ന് മേടിക്കും. അപ്പോഴും അവന് ഇവരോടൊന്നും ആരോടും ഒരു പിണക്കമില്ല, ഇവരും പിണക്കം കാണിക്കുന്നില്ല, എല്ലാവരും സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. ഈ സോമനെ ഞാൻ കഴിഞ്ഞ ആഴ്ച മുക്കിന് വെച്ച് കാണുന്നു. മുക്കിന് വെച്ച് കണ്ടപ്പോൾ എന്നോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഒക്കെ ഈ പ്രാവശ്യം കറണ്ട് ചാർജ് കൂടുതലായിരുന്നു. ഇവൻ എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, അതെന്താടാ? ഒരു AC വെച്ച് പോയി ഈ പ്രാവശ്യത്തെ ചൂടിന്, അതുകൊണ്ട് കറണ്ട് ചാർജ് കൂടി. ഞാൻ പറഞ്ഞടാ എല്ലാവർക്കും അതുപോലെ. ഞങ്ങളുടെങ്കിലും 2 AC വെച്ച് മോന്. പക്ഷേ അത് അവൻ രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ ഇടിക്കത്തുള്ളൂ, എന്നാലും 6000 രൂപയായി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും മിണ്ടും. പിന്നെ ആർക്കും പിണക്കമൊന്നുമില്ല, എല്ലാവരും മിണ്ടുക സഹകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അന്നേരവും ഇതങ്ങോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ഇങ്ങനൊരു കൊല ഇവർ ചെയ്തു, അത് അവരുടെ മനസ്സിൽ കാണുമായിരിക്കും, പക്ഷെ നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇവരെല്ലാം നമ്മുടെ പിള്ളേരാണല്ലോ എന്നും പറഞ്ഞു. കണ്ടില്ലേ എൻ്റെ ചേട്ടത്തിയുടെ മോള്, എടാ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കൂടാ, നീ എൻ്റെ അനിയത്തെ കൊന്നില്ലോടാന്ന് പറഞ്ഞ് അവൾ കരയുന്ന കണ്ടോ? അതാ അങ്ങനെ ആർക്കും അറിയാൻ വയ്യ. ഈ ചെറുക്കനും എൻ്റെ ചേട്ടത്തിയുടെ മോനും ഇവരും ഒക്കെ ആയിട്ട് വലിയ സഹകരണമാണ്. ഇവനോട് വരാം, ഈ കൊച്ചനെ അവനാ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന സ്കൂളിൽ. ഈ ഇവൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോകും. എടാ കുഞ്ഞിനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇവൻ കൊണ്ടുവരും. അങ്ങനെ ആയിരുന്നു. എന്നാലും ഇത് മനസ്സിലില്ല. ഈ ഒരു മരണമെന്ന് പറയുന്ന ഒരു കാര്യമേ ആരുടെയും മനസ്സിലില്ല. പക്ഷേ ഇവരെല്ലാവരും കൂടി നടത്തിയതാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ഓർത്ത് നോക്കേണ്ടത്, ഒരു കോഴിക്കുഞ്ഞു പോലൊരു പെൺകുട്ടിയെ ഈ 4-5 ബഗന്മാർ കൂടിയിട്ട് അവര് എന്തൊക്കെ ചെയ്തെന്ന്, അതെ, കഴുത്ത് ഞെരിച്ച് തന്നെയാണോ കൊന്നതെന്ന് പോലും നമുക്ക് സംശയിക്കണം. കാര്യം മദ്യം കൊടുത്തിട്ടാ ഈ വേലകളൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അതെ, അതും ഞങ്ങളിങ്ങനെ ഇരുന്നോട് പറഞ്ഞു, അവളെ എന്തോ അമ്മര് ചെയ്തെന്ന് പോലും നമുക്കറിയാൻ വയ്യെന്ന്. കാര്യം ഇവന്മാർക്കല്ല അവളോട് പിണക്കുള്ളതാ. അവൻ്റെ കൂടെ ചെന്നതിന് എല്ലാവരും പിണക്കുണ്ട്. ഈ പ്രമോദുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രമോദ് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കൊച്ചിനെ. അവളിതൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല,
അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. അല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് പറയാനുമില്ല, നമുക്കിട്ടറിയാനും. പിന്നെ ഇനി അവൻ എന്തുവാ ചെയ്തിരിക്കുന്നതെന്ന് ഈ 1-ാം പ്രതി വരുമ്പോൾ നമുക്കറിയാം. അവനെ കൊന്നെന്ന് ഇവരെല്ലാം പറയുന്നല്ലോ, കൊന്നിട്ട് ഇവരെല്ലാം കാണിച്ചെന്നാന്നല്ലോ അവരൊക്കെ പറയുന്നത്. അവൻ ഇനി 1-ാം പ്രതി വരുമ്പോൾ നമുക്കറിയാം എന്തുവാ കാര്യങ്ങളെന്ന്. ഈ ഇവിടെയൊന്നും ഇല്ലാതെ ഈ കാറെ കൊണ്ടുപോയി പാലത്തെ കൊണ്ടുപോയി കൊന്നത് പാലത്തിൽ നിന്ന് എടുത്ത് താഴോട്ടിടാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും. ആയിരിക്കും, പിന്നെ മനസ്സ് മാറിയതായിരിക്കും ഇങ്ങനെ ചെയ്യാമെന്ന്. അതെ. അല്ല, അപ്പം അവർക്കത് ഇടാൻ പറ്റിയില്ലായിരിക്കും. അവിടൊക്കെ ആൾക്കാർ കാണുമായിരിക്കും, അങ്ങനെ ഇതാ ചെയ്തായിരിക്കും അവിടെ കൊണ്ടുചെന്നത്. അപ്പം അത് ഇടാൻ പറ്റി കാണത്തില്ല. അപ്പം കാറെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് കാണുമായിരിക്കും. ഇവൻ വരുന്ന കാറും ഇവൻ വരുന്ന ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അന്ന് ഒത്തിരി ആൾക്കാരൊക്കെ പോകാൻ വരുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. അതെ, ഞങ്ങൾക്ക് അടുത്തല്ലേ വലിയരുമ്പഴേന്ന് പറയുന്നത്. ഇനിയും വരുമ്പോൾ 1-ാം പ്രതി വരുമ്പോൾ എന്താ പറയുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അവനെ കൊണ്ടുവരുമെന്നാ പറയുന്നത്, പോലീസ് കൊണ്ടുവരുമെന്നാ പറയുന്നത്. കൊണ്ടുവന്നേ പറ്റത്തുള്ളല്ലോ. അല്ലേ ഈ 3 പ്രതികളും അവിടെ കിടക്കുമല്ലേ, 3 സ്റ്റേഷനിലല്ലേ അവർ കിടക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ രക്തസ്രാവം ഉണ്ടായെന്നോ, കൂട്ടാളികളെ എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പം രക്തസ്രാവം ഉണ്ടായെന്ന് പറയുന്നു. ഞങ്ങളുടെ പിള്ളേരും ഒക്കെ ഗൾഫിലുണ്ട് ഓരോരുത്തർ. ഇവൻ ഇസ്രയേലില്ല, മറ്റേത് മസ്കറ്റിലോ കുവൈറ്റിലോ ഒക്കെ പിള്ളേരൊക്കെ ഉണ്ട്. നേരത്തെ ആഫ്രിക്കയിലായിരുന്നു. ഗൾഫിൽ പോയിട്ടില്ല, ആഫ്രിക്കയിലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് തെളിവുകളൊന്നും കിട്ടിയില്ല, ഇവർ നാളെ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചേച്ചിയുടെ പ്രതികരണം? എനിക്ക് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഇവന്മാരെ എന്ത് പറഞ്ഞാലും അവന്മാരും എന്നോട് തിരിച്ചൊന്നും പറയത്തില്ല. അങ്ങനാണ്. പിന്നെ അവൻ വരാതെ ഇനി ഒരു കാര്യവും നമുക്ക് പറയാനൊക്കത്തില്ല. അവനെ ചോദ്യം ചെയ്തത് ഒരു കാര്യം നമുക്ക് പറയാനൊക്കത്തില്ല. ഇനി അവൻ വരാതെ ഒരു കാര്യം നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കളും എൻ്റെ മരുമോനും ഒക്കെ ഗൾഫിലുണ്ട്, ബഹറിലൊക്കെ ഉണ്ട്. അവർ ചോദിക്കുന്നത് മമ്മി എന്തിനാ ഇങ്ങനെ, മമ്മി എന്താ ചാനലുകാരോട് പറയുന്നത്, മമ്മി എന്തിനാ ഇതിനൊക്കെ തുനിയുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ചേച്ചിയാണിത് സത്യം പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ഇവരെല്ലാം നിങ്ങളെല്ലാം പിന്നെ ഞാൻ മക്കളോട് പറയുന്നുണ്ട്, മോനെ അവര് പറയുന്നത് നമ്മൾ ഇതിന് എതിരായിട്ട് അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവർ വിചാരിക്കുന്ന നമ്മളോട് അറിഞ്ഞോണ്ടാ ഈ കൊല നടന്നിരിക്കുന്നത്, അതാണ് ഇവർക്ക് ചൂടില്ലാതെ വന്നിരിക്കുന്നെന്ന് പറയും. ഞങ്ങൾ വരുമ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാ. ചേച്ചി സ്ട്രോങ് ആയിട്ട് ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മണ്ടയ്ക്ക് അത് മാറിയത്. അല്ലയോ? അടുത്ത ദിവസം തൊട്ട് മാറിയില്ലേ? കമന്റുകൾ വായിച്ചില്ലേ? അതെ, ഉണ്ട്. അപ്പൊ നിങ്ങളല്ല ഇന്ന് ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞത് മനസ്സിലാക്കി. അപ്പം മരുമക്കളെല്ലാം പറഞ്ഞു മമ്മി എന്തിനാ അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയതെന്നൊക്കെ മരുമക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്കറിയാവുന്ന കാര്യം അമ്മ പറയുന്നു. അമ്മയല്ലേ ഉള്ളൂ ഇപ്പം അവിടെ, ഞങ്ങൾ 5 മക്കളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അവനെ വരുത്തിയേ നിങ്ങളടങ്ങും. പോലീസുകാർ വരുത്തണം അവനെ നമ്മൾ അതുപോലെ അവർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇവർ നമ്മളെ വഞ്ചിച്ചിരിക്കുന്നത്. അതല്ലേ നമ്മളൊരു കേസ് പോലും കൊടുക്കാതിരിക്കുന്നത്. ഞങ്ങളിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അവൾ ആ പറഞ്ഞ ചെറുക്കൻ്റെ കൂടെ എവിടെങ്കിലും പോയതായിരിക്കും എന്നാ. ഇല്ല, ഇവൻ അത് പറഞ്ഞതിൻ്റെ 2ാമത്തെ ദിവസം അവളെ കൊന്നെന്നല്ലേ ഇപ്പോൾ പറയുന്നത്. അവരുടെ കൂട്ടുകാർ പറയുന്നത് 2ാമത്തെ ദിവസം അവളെ കൊന്ന, ഡിസംബർ 8-ാം തീയതിയോ 6-ാം തീയതിയോ കൊന്നെന്നാ അവർ പറയുന്നത്. അതെ, ഓർക്കാൻ കഴിയുന്നില്ല. അതെ നിങ്ങളുടെ മോള് എനിക്ക് പറ്റുന്നതല്ല, ഞാൻ തന്നെ ഇവിടെ കൊണ്ട് വിടുവാന്ന് പറയുന്നത്. അതെ, എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത്രയും വീട്ടുകാരോടുണ്ട്, അവളെ വിളിച്ചു നിർത്തി കാര്യം ചോദിക്കും. നിനക്ക് അവനെ ഇഷ്ടം വന്നാൽ കെട്ടി നീ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവന് പേര് ഒട്ടസം വാങ്ങിച്ചു വിടും. ഇത് ഭയങ്കര കൊലച്ചതി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് 4-5 ആൾക്കാരുടെ ഇടയിൽ ഒരു കൊച്ചു നരന്ത് പോലെ ഒരു പെൺകുട്ടി അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ അതെ ഭയങ്കരമാണ്. അവിടെ വിഷമങ്ങളൊന്നും അവളിവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒരു വിഷമങ്ങൾ. അതിലാണ് നമുക്ക് കൂടുതലും അവന് സ്നേഹമാ അവളെ. അവർ നമ്മൾ ഒരു വിഷമവും പറച്ചിലോ അല്ലെ ഒരു വഴക്ക് പറച്ചിലോ ഒന്നുമില്ല.
ഈ വഴക്കുണ്ടാക്കുന്ന മുഴുവനും അമ്മായിമ്മയാണെന്നാണ് പറയുന്നത്. അവരവിടെ ഇരുന്നുകൊണ്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ അവരുടെ മോന് കാശുണ്ട്, ഇപ്പോൾ നല്ല ശമ്പളമുണ്ട്, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വായിക്കുക. അതിനായിരിക്കും ഇല്ലായ്മ കാര്യങ്ങളും പറഞ്ഞ് അവളെ ഇവിടുന്ന് ചാടിച്ചത്. ഈ 15 ദിവസം കല്യാണം കഴിച്ചു എന്നുള്ളത് 15ാമത്തെ ദിവസം കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അവൻ കല്യാണം കഴിച്ചൊന്നും ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഞങ്ങളോട് പറയാനൊക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ നാരാണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കല്യാണം. ഇവിടെ നാരാണ്ടൊക്കെ പോയെന്നാ ഇവള് പറയുന്നത് കേട്ടോ, ഞാൻ കണ്ടില്ല. എനിക്ക് ഓർമ്മ അവരിവിടെ നിരണം പാവക്കര. അവളെ ആദ്യം ഒന്ന് കെട്ടിച്ചതാ. കെട്ടിച്ച പകലൊരു മോനുണ്ട്. അത് കഴിഞ്ഞാൽ ഇവൻ കെട്ടിക്കൊണ്ടുപോയി. ആ കൊച്ചനോട് ആണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അതുപോലെ ആൺകൊച്ചനാ. ഇവിടെ വന്നും പ്രസവിച്ച 2 ആൺപിള്ളേരാ. ഇത് എനിക്ക് അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള സഹകരണവും ഇല്ല. എൻ്റെ പെമ്മക്കളെ 3ൻ്റെയും കല്യാണം ഞാൻ ആ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. ഈ കല പോയിക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പെമ്മക്കളെയെല്ലാം കെട്ടിച്ചത്, ഈ ഇടയായിട്ടൊക്കെ കെട്ടിച്ചത്. അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം. ഇവൻ്റെ വീട് എങ്ങോട്ടായിരിക്കുന്നത് പോലും എനിക്കറിയാൻ വയ്യ. ഇവിടെ മിക്കവാറും വീടുകളൊന്നും അങ്ങനെ ഞാൻ പോകത്തില്ല, ഞങ്ങൾ പോകത്തില്ല. അത്രയേ ഉള്ളൂ. ആ സോമനെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിലെന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്നാണ്. അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞു, ഏതെങ്കിലും ഒരു സാധനത്തിൽ. പിന്നെ എന്നോട് ചോദിച്ചു, ഈ ലോക്കറ്റ് അയലത്തുകാർക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോയെന്ന്. അതും കറുത്തു പോയി, കുഴയൊടിഞ്ഞ്. ഞാൻ പറഞ്ഞു, അയലത്തുകാർ പറയുമോ? അഥവാ വരി അറിയാമെങ്കിലും അവർ പറയത്തില്ല അതാരുടെയാന്ന്. 40,000 രൂപയും സ്വർണം കൊണ്ടുപോയെന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർ. അപ്പം ഈ സ്വർണ്ണത്തെ ഇത് കലയുടെയാന്ന് അവർ പറയുമോ? ഇല്ല. അത് ശരി. ഇവിടുന്ന് കൊടുത്ത പൈസ അവരെ ഓണം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പൈസ ചോദിക്കാനും ചെല്ലത്തില്ലല്ലോ. അപ്പോൾ 40,000 രൂപയും അതിൻ്റെ സ്വർണവും കൊണ്ട് അവൾ പോയെന്ന് പറഞ്ഞപ്പോഴേച്ച് ആ ആൾക്കാർ പറയുമോ ഇത് ആരുടെ ഈ ലോക്കറ്റെന്ന്? ഇവർ കൊടുത്ത സ്വർണ്ണം എല്ലാം വിറ്റാവും ഗൾഫിന് പോയി പൈസ ആയി കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കാരം അത്രയായി, ഭാര്യ പോരാന്നായി. അതെ. പക്ഷേ ഇത് ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ഈ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു ചിന്തയില്ല. ഞാൻ പറഞ്ഞ് അവളെ കൊന്നതായിരിക്കുമെന്നുള്ളത് പറഞ്ഞെങ്കിലും ഈ ആൾക്കാരെല്ലാം അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവൾ മരിച്ചിട്ടില്ലെന്ന്. പക്ഷെ ഇപ്പം അച്ഛനും കലയുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നോ? കലയുടെ അച്ഛനുമായിട്ട് ഈ കുടുംബമായിട്ട് അവൾ നല്ല സ്നേഹം, ആരോടും അവൾക്കൊരു കെറിവില്ലായിരുന്നു. എല്ലാവരോടും വലിയ കാര്യമായിരുന്നു. ഈ കൊച്ചിനെ അവരെല്ലാം സന്തോഷിക്കുമായിരുന്നു ഇവിടെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ. വന്നാൽ പുള്ളിക്കാരി ഇവിടെ അന്തി ഉറങ്ങത്തില്ല, വരിക അന്നേരം തന്നെ പോവുക. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയുന്നു അവരോട്. എനിക്കറിയാവുന്നത് മാത്രമേ പറയുന്നുള്ളൂ, അല്ല ഞാൻ അവരെ കുറ്റക്കാരാക്കിയൊന്നും ഞാൻ സംസാരിച്ചില്ല. അവർ വന്ന് അവർ തന്നെ കുറ്റക്കാരാക്കി. അവരല്ലേ പറഞ്ഞത് ഞങ്ങൾ കൊന്നു, ഇതുപോലെ കുന്നിൻ്റെ അടുത്ത് കൊണ്ടിട്ടെന്നൊക്കെ അവർ തന്നെ അല്ലയോ പറഞ്ഞത്? അതല്ല ഞങ്ങളാരും അല്ലല്ലോ. ഞങ്ങളിതെല്ലാം പിന്നീട് അറിയുന്നത് പോലീസുകാർ വന്നേച്ച് പോകുമ്പോഴും. പോലീസുകാർ വന്നേച്ച് പോയപ്പോഴും അവർ പറയുന്നില്ല ഇത്. സത്യസന്ധമായിട്ട് ഞങ്ങൾ കലയെ അന്വേഷിച്ചാൽ വരുന്നെന്ന് ഇവർ പറയുന്നുമില്ല. മിസ്സിങ് കേസുകാരെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ സാറേ അങ്ങനെ? അതിപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം എടുത്തിട്ടുണ്ടെന്ന് അവർ പറയുക. നമുക്കെന്താ പറയാൻ? അപ്പോഴാ ഒരുത്തൻ എന്നെ വിളിച്ച് അങ്ങോട്ട് നീക്കി നിർത്തിയേച്ച് പറഞ്ഞത്, അമ്മ കല പോയതെന്നാണെന്നും കല ആരുടെ കൂടെ പോയെന്നും അവരെങ്ങനായിരുന്നു ജീവിച്ചിരുന്നെന്നും ഒരു സന്തോഷമായിട്ടാണോ ജീവിച്ചത്. ഞാൻ പറഞ്ഞു അവർ നമ്മളൊരു വഴക്കും ഉണ്ടായി, ഞങ്ങൾക്കൊരറിവില്ല. പിന്നെ അവിടെ അമ്മായിമ്മയായിട്ട് എന്നും വഴക്കായിരുന്നെന്ന് പറയുന്ന കേൾക്കാം. അതെന്തോ പറഞ്ഞാന്നൊന്നും നമുക്കറിയാൻ വയ്യ. അപ്പോൾ എത്ര വർഷമായി? അപ്പോൾ അവർ ചോദിച്ചു 10-15 വർഷമായി. ഞാൻ പറഞ്ഞു 15 വർഷമായി. ഇപ്പോൾ അവിടെ മോന് 10-17 വയസ്സ് കാണും. 1.5 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്.